ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ എങ്ങനെയാണ് നമ്മൾ തമ്പനയിൽ റെഡിയാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ആപ്പ് വേണം. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പ്. നമുക്ക് ഏത് ആപ്പാണെങ്കിൽ യൂസ് ചെയ്യുക. കുറേ ആപ്പുകളുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട്. ഇതാകുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്തൊരു പരിചയമുള്ള ആപ്പ് ഇൻഷോട്ടാണ്. വേറെ അങ്ങനെ അറിയില്ല. ഞാനിതാണ് യൂസ് ചെയ്യാറ്. ഫസ്റ്റ് വീഡിയോ ഉണ്ടാവും, നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുക. ഫോട്ടോ ഉണ്ടാവും, ഫോട്ടോ എഡിറ്റ് ചെയ്യുക, കോളേജ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിൽ എടുക്കാറ് കോളേജാണ്. കോളേജ് എടുത്താൽ നമുക്ക് പല ഷേപ്പിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു തമ്പനയിൽ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ഫോട്ടോയും ഈ ഫോട്ടോയും ഇതും വെച്ചിട്ട് നമുക്ക് തമ്പനയിൽ ഉണ്ടാക്കാം. ഇനി നമുക്ക് ലേഔട്ട് എടുക്കാം. അതിൽ നമുക്ക് പല ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, ഷേപ്പുകൾ പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ കുറേ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഹാൻഡ് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കാം. ഫേസ് കാണുന്ന രീതിയിൽ റെഡിയാക്കിയിട്ട് ചെയ്യാം. നമുക്ക് ബോർഡറാണ് വേണ്ടത്. നമ്മളിങ്ങനെ കുറക്കുമ്പോൾ എല്ലാതും ജോയിൻ ആവും. ജോയിൻ അല്ലാതെ എനിക്കൊന്നുകൂടി ഇഷ്ടം ഇത്. പിന്നെ നമുക്ക് കുറച്ച് ബാക്ക് കുറച്ച് ഇങ്ങനെ ഷേപ്പാക്കാനുള്ളത്, ബാക്കും മുമ്പും ആക്കാനുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഫിൽറ്റർ വെക്കാം. കുറേ ഫിൽറ്റേഴ്സ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫിൽറ്റർ സെലക്ട് ചെയ്യാം. കുറേ ഉണ്ടാവും. ചിലതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തേക്കാരും ചിലത് യൂസ് ചെയ്യാൻ പറ്റുന്നേക്കാരും. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഇതുപോലെ ആവും. അങ്ങനെ കുറേ എഫക്റ്റ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. നമുക്ക് എഫക്റ്റ് വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ടെക്സ്റ്റ് ചെയ്യാം. നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. ഇവിടെ നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് ഫിറ്റ് ചെയ്താൽ വെച്ചാൽ മതി. നടുവിലെങ്കിൽ നടുവിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ഫ്രെയിം എടുക്കാം. ഫ്രെയിം എടുത്തത് സർക്കിൾ, സ്ക്വയർ, ഇങ്ങനെ പല ഷേപ്പ് ഉണ്ട്. ഹെഡ് ഷേപ്പ്, അങ്ങനെ പലതരം ഷേപ്സ് ഉണ്ടാവും ഇതിൽ. നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇത് വെക്കാം. ഇതാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഈ മാറ്റണമെങ്കിൽ ഒക്കെ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, അഡ്ജസ്റ്റ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, ക്യാൻവാസ് ഉണ്ട്, ബോർഡർ ഉണ്ട്, ലേഔട്ട് ഉണ്ട്, ഗാലറി ഉണ്ട്. നമുക്ക് ഇതിൽ വേണ്ടത് നമുക്ക് റെഡിയാക്കാനുള്ളതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാകും. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഏതാണോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ എടുക്കും. എന്നിട്ട് നമ്മൾ തമ്പനയിൽ വെക്കേണ്ട സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൻ്റെ മേലെ ഒരു ഗാലറീൻ്റെ പോലെ ഒരു ഇതുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഏതാണോ വെക്കുന്നത് നമ്മൾ തമ്പനയിൽ റെഡിയാക്കിയത് മേലെ ഇങ്ങനെ വരും. നമ്മൾ എപ്പോഴാണ് റെഡിയാക്കിയ ആ ഭാഗത്തൊക്കെ ഉണ്ടാവും. നമ്മളിപ്പം റെഡിയാക്കിയത് ഇതാണ്. അപ്പോൾ അത് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെയൊക്കെ ആരും. അപ്പോൾ നമുക്കത് യൂട്യൂബിൽ നെക്സ്റ്റ് അടിച്ചിട്ട് അപ്ലോഡ് വീഡിയോ ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ അതുപോലെ നിൽക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.